നിലവിൽ ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മാത്രമല്ല, അതിൽ എം.ആർ. അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷത്തിന് നേരെ ഉയർന്നത് സോളാർ കേസിൽ അദ്ദേഹം ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നുള്ള അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ ആരോപണം കൂടിയാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സോളാർ കേസിനെ കുറിച്ച്. എല്ലാം തീർന്നില്ലേ? ഏതാണ്ട് 2011, 12, 13 കാലത്തുണ്ടായിരുന്ന കേസാണ്. അവസാനം എത്രയോ വർഷം കഴിഞ്ഞു, പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. അതിനകത്ത് പറഞ്ഞ പരാതികളെല്ലാം അന്വേഷിച്ചു, പല കോടതികൾ നോക്കി, ഹൈക്കോടതിയിൽ പല പ്രാവശ്യം പോയി, അന്വേഷണ കമ്മീഷൻ വന്നു, എല്ലാം തീർന്നു. എങ്ങനെ ഒരു പൂർത്തീകരണമുണ്ടായ ഒരു കാര്യത്തിനകത്ത്, ഫൈനാലിറ്റി വന്നൊരു കാര്യത്തിനകത്ത് ഇനിയിപ്പോൾ എന്താ പരാതി? ഇനിയിപ്പോൾ ആ പരാതി വെറുതെ പരാതി കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അത് കോടതി തന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ വന്നിട്ടുള്ളതാണ്. ഈ പോലീസിനെ മനഃപൂർവ്വം ഇതിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ പോലീസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഒരു രഹസ്യ അജണ്ടയുണ്ട്. അത് യൂസ് ആൻഡ് ത്രോയാണ്. ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക, ആവശ്യം കഴിയുമ്പോൾ തള്ളിക്കളയുക. ഇത് സാധാരണഗതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ വിവരമറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ചില ആളുകൾ ഈ കുടുക്കിൽ പോയി വീഴാറുമുണ്ട്. പക്ഷേ അവർ ആ കുടുക്കിൽ തന്നെ പെടുകയുള്ളൂ. അവർക്ക് പിന്നീട് ഈ ഉപയോഗിക്കുന്ന ആളിൻ്റെ നിലയിൽ നിന്ന് ഒരു സഹായവും കിട്ടിയതായിട്ട് ചരിത്രം പറയുന്നില്ല. ഇവിടെയും നടക്കുന്നതാണ്, യൂസ് ആൻഡ് ത്രോയാണ്. ഇപ്പം കേരള പോലീസിൽ നിലവിലുള്ള ആളുകളെ ഇങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ പിന്നീട് അവരെ തള്ളിപ്പറയുന്നതിന് ഒരു തടസ്സവും കാണിക്കുകയില്ല. എത്രയോ ആനുകാലികമായ സംഭവങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റും. ഈ യൂസ് ആൻഡ് ത്രോ സിസ്റ്റം മനസ്സിലാക്കാൻ പോലീസുകാർക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പോലീസിലെ ചില ആളുകൾക്ക്, പോലീസിലെല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, നല്ല കാര്യശേഷിയുള്ള, കാഴ്ചപ്പാടുള്ള, ഇതുപോലുള്ള കളികൾ വന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി ആളുകൾ കേരള പോലീസിനുണ്ട്. പക്ഷേ ഈ യൂസ് ആൻഡ് ത്രോ സിസ്റ്റത്തിനകത്ത് പോയി കുടുങ്ങി തല തകർത്ത് പോകുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് എം.ആർ. അജിത് കുമാറും SP സുജിത് ദാസും ഒക്കെ അത്തരത്തിൽ പെട്ടുപോയവരാണ് എന്നാണോ പറയുന്നത്? ഇപ്പം നമ്മൾ കാണുന്നത് അതല്ലേ? അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കിട്ടേണ്ട സഭ എവിടെ? സംരക്ഷണം ഇല്ലല്ലോ. സംരക്ഷണത്തെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. ഈ ഉപയോഗിച്ച ആളുകൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? യൂസ് ആൻഡ് ത്രോ, തൽക്കാലത്തേക്ക് വിനിയോഗിക്കുക, പിന്നീട് തള്ളിക്കളയുക. ആ നിലയിലുള്ള സിസ്റ്റം കേരള പോലീസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുജിത് കുമാറിനെ ഇപ്പോൾ നിലവിൽ SP സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്, പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടുമില്ല. അതേസമയം അതിനേക്കാൾ കൂടുതൽ വലിയ ആരോപണങ്ങൾ ഉയർന്ന എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിന് കസേരയിൽ നിന്ന് മാറ്റുകയോ മറ്റേതെങ്കിലും തരത്തിൽ ട്രാൻസ്ഫറോ ഒന്നും വന്നിട്ടുമില്ല. P. ശശി അടക്കം സംരക്ഷിക്കുന്നതിനാണോ ഈ നിലപാട്? അപ്പം ഞാനീ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് ഇതെല്ലാം ഉണ്ട്. തൽക്കാലത്തേക്ക് അവരെ കടപ്പ കിടക്കുന്നതുവരെ ഇങ്ങനെ തള്ളി പോകും. അത് കഴിയുമ്പോൾ എടുത്ത് താഴോട്ടിടും. താഴെ പോകുമ്പോഴേ അവർ വിവരം അറിയൂ. ഞാൻ പറയുന്ന നീതിബോധത്തോടു കൂടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സ്വാഭാവിക നീതി പോലും പിന്നീട് കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അത് വരാതിരിക്കണമെന്നുവരികിൽ അവരിയ്ക്കുന്ന കസേരയുടെ മഹത്വം മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് ചെയ്യാനുള്ള ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും പക്ഷപാതമില്ലാതെ നിൽക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മളത് കാണുന്നില്ല. ഇവിടെ സർക്കാരിന് വേണ്ടി ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് അവരെ മാറ്റുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കൃത്യമായി അത് തന്നെയാണല്ലോ. ഓരോ സന്ദർഭം വരുമ്പോൾ അവരെ ഉപയോഗിക്കുകയാണ്. അവരെ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് പിന്നീട് ആവശ്യം കഴിയുമ്പോൾ അവരെ തള്ളുകയാണ്. എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും കഥയെടുത്ത് നോക്കിയോ? അപ്പോൾ അതിനകത്തൊക്കെ ഈ കഥനകഥ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ സമരം തുടരുന്നതിനിടെയാണ് പോലീസിലെ ഇത്തരം ആരോപണങ്ങളും ശക്തമായി വന്നത്. പ്രതിപക്ഷം ഏത് വിഷയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്? നമ്മൾ 2 വിഷയത്തിനും മുൻതൂക്കം നൽകുന്നത്. കാരണം ഒന്ന് സ്ത്രീപീഡന കേസാണ്. അതിനകത്തൊരു പരാതിക്കാരിയുണ്ട്. നമ്മളുടെ IPCയിലെ 354 വകുപ്പ് അനുസരിച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇതുപോലൊരു കാര്യത്തിനകത്തൊരു പരാതി കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ അത് പോലീസ് ഓഫീസർ കേസെടുത്തിരിക്കണമെന്നാണ്. ഈ പരാതി 5 കൊല്ലമായിട്ട് നിലനിൽക്കുകയാണ്. 5 കൊല്ലമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് അലമാരിയിൽ ഇത് പൂട്ടിയിരിക്കുകയാണ്. അതുവരെ ഇത് തുറന്നു നോക്കിയില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്ര വിധത്തിലുള്ള മൗഢ്യമാർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കിയിട്ട് നടപടി ഉണ്ടാകാതെ പോയി. എന്നിട്ട് അവസാനം ഗത്യന്തരമില്ലാത്ത പൊസിഷൻ വന്നപ്പോൾ ചില നടപടികൾ എടുത്തു.
എന്നിട്ടും ആ പാവങ്ങളായിട്ടുള്ള ആളുകൾ പറഞ്ഞ പരാതിയെക്കുറിച്ച് അതിൻ്റെ അർത്ഥത്തിൽ ഉള്ള നടപടി വേഗതയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ IPC വ്യവസ്ഥയ്ക്കകത്ത് അവർക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഭരണഘടനയുടെ ഉറപ്പ് പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഈ MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ആരോപണം ഉന്നയിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, താൻ നിയമസഭയിൽ എഴുതി കൊടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയുള്ള പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിപക്ഷത്തെ സഹായിക്കാൻ MR അജിത് കുമാർ കൂട്ടുനിൽക്കുന്ന ആളാണോ? അല്ല, ഇവിടെ വാദിയും പ്രതി ഈ കേസിനകത്താരാ? വാദി അൻവർ ആരാ? ഭരണകക്ഷി MLA. ഭരണകക്ഷി MLA എന്ന് മാത്രമല്ല, അൻവറിനെ കൊണ്ട് ഈ കാര്യം പറയിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് എന്തിനാ? അതിൻ്റെ കാരണം പാർട്ടിയിൽ അംഗത്വമില്ല എന്നുള്ള പേര് പറഞ്ഞ് വേണമെങ്കിൽ നാളെ തള്ളിപ്പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ വളച്ചു കെട്ടിയാണ് അൻവറിനെ തന്നെ തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഇത് പറയാൻ പറ്റുന്ന ആളുകൾ ആ പാർട്ടിക്കൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ, അവരനങ്ങാതിരുന്നു. എന്തുകൊണ്ടാണ്? പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അതേസമയം ഉത്തരം പറയേണ്ടതാരാ? ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഉത്തരം പറയുന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വാദിയും പ്രതിയും ഇവിടെ ഗവൺമെൻറ്റായിട്ട് നിൽക്കുകയാണ്, അല്ല ഭരണകക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഭരണകക്ഷിക്ക് കൈവെക്കുന്ന അൻവറും ഭരണകക്ഷി പറയുന്ന കേൾക്കുന്ന ADGPയും ഇതാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരവുമായി തന്നെ മുന്നോട്ട് പോകും നിശ്ചയമായിട്ടും. കാരണം ബഹുജനങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അധികാരവും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വവും ഇതുപോലുള്ള തെറ്റായ പ്രവർത്തനം കണ്ടാൽ ശക്തിയായി പ്രതികരിക്കുക എന്നുള്ളതാണ്. അതിന് സമരമെന്നുള്ളതല്ല, നമ്മുടെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശക്തിയായി പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ്.